الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي السلام عليكم. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ പലരും വിവാഹിതരാണ് അല്ലേ? എന്തിനാണ് നാം ശരിക്കും വിവാഹം കഴിച്ചത്? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. ഒന്ന് കണ്ണടയ്ക്കണം. സമയമുണ്ടോന്ന് എനിക്കറിയില്ല, എങ്കിലും ശ്രമിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 പേരുകൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു 10 പേര് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക. ചിന്തിച്ചവർക്ക് കൈപോകാം. അതിൽ നിന്ന് ഒരു 5 പേരങ്ങ് വെട്ടണം. ഈ 10ൽ നിന്ന് ഒരു 5 പേര് വെട്ടണം. ഈ ചിന്തിച്ച 10 പേരില്ലേ, ആ പേരിൽ നിന്ന് 5 പേര് നിങ്ങൾ ഒഴിവാക്കണം. ബാക്കി 5 ഇല്ലേ, അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. ഇനി അതിൽ നിന്ന് 2 പേര് വെട്ടണം. വിറയലോട് കൂടിയായിരിക്കും ചിലപ്പോൾ പലപ്പോഴും ആ പേരുകൾ വെട്ടിമാറ്റേണ്ടി വരിക, പക്ഷെ വെട്ടാം. അവശേഷിക്കുന്ന ഒരു നാമമില്ലേ, ഇതാരാണ്? അല്ല, എത്ര പേർക്ക് ഭർത്താവ് എന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്? ബാക്കിയെല്ലാം ഇപ്പൊ മക്കളാണ് അല്ലേ? ഉമ്മയാവാം, വാപ്പയാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏതൊരു ബന്ധത്തിനും ഏതൊരു ബന്ധങ്ങൾക്കും പരിധികളും പരിമിതികളും ഉണ്ട്. അങ്ങനെ പരിധികളില്ലാതെ പരിമിതികളില്ലാതെ എന്തും തുറന്നു പറയാനും സംസാരിക്കാനും എന്തും ചെയ്യാനും കഴിയുന്ന ആ ഒരേ ഒരു പേരാണ് ഇണ. ആ ഇണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കല്യാണം കഴിച്ചത് അല്ലേ? മക്കളുണ്ടാവും, മക്കള് പ്രിയപ്പെട്ടതാണ്, എല്ലാവർക്കും മക്കൾ പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷെ എങ്കിലും ഒരു സമയം കഴിയുമ്പോൾ അവരും അവരുടെ കൂടുകൾ തേടിപ്പോകും, അല്ലെങ്കിൽ പോകണം. അതാണ് ജീവിത നിയമം. അപ്പൊ നമ്മള് കല്യാണം കഴിച്ചത് ഇണയ്ക്ക് വേണ്ടിയാണ്. ഖുർആനിൽ തന്നെ അള്ളാഹ് പറയുന്നു, എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ 2 ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ ഇണകളായിട്ടാണ് നമ്മുടെ എല്ലാവരെയും സൃഷ്ടിപ്പ് പോലും. എന്നിട്ട് കുറേ നാളുകളായി ഇതറിഞ്ഞതോടുകൂടി മകളായിട്ടുള്ള ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഹഫ്സ, ഒരു പെണ്ണിന് ഭർത്താവില്ലാതെ, മരിച്ചുപോയ ഭർത്താവെന്നല്ല, ഭർത്താവ് ഉണ്ടായിട്ടും എത്ര കാലം ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും എന്നാണ്? ഒരു പ്രശ്നവും ഇല്ലാതെ, ഒരു വികാരങ്ങളുടെയും മാറ്റങ്ങളില്ലാതെ, മറ്റൊരു ആകുലതകളും ഇല്ലാതെ എത്ര കാലം ജീവിക്കാൻ കഴിയും? ഹഫ്സ റളിയല്ലാഹു അൻഹ മടിച്ചു പറയാൻ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദീനിന്റെ വിഷയമാണ്, പറയാതിരിക്കരുത്. അങ്ങനെ ഉത്തരവിറക്കി. 4 or 6 മാസം എന്നാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തിൽ ചെന്നിട്ട് ഉത്തരവിറക്കാണ്, പഴയ സൈന്യം മടങ്ങി വീട്ടിൽ പോയിക്കൊള്ളട്ടെ, പുതിയ ആളുകൾ രംഗത്തിറങ്ങിക്കൊള്ളട്ടെ. അപ്പൊ 2 ഭാഗത്തിരുന്ന് ജീവിക്കേണ്ട ഒരു ജീവിതമല്ല നാം. 2 അറ്റത്തിരുന്നാൽ ഒരുപക്ഷെ പലപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് വികാരങ്ങൾ ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല, എന്താണ് റിയാക്ഷൻ എന്ന് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നേരിൽ സംസാരിക്കുമ്പോൾ ആ ഭാവങ്ങളെല്ലാം പ്രകടമാവും, അല്ലെങ്കിൽ പ്രകടമാവണം. ആ ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരിടം ദീനയുടെ മുന്നിൽ തന്നെയാണ്. 5 നേരത്ത് നമസ്കരിക്കുകയും അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കുകയും ഭർത്താവിന്റെ തൃപ്തിയുള്ള ഒരു പെണ്ണാണെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ കൂടി ഇഷ്ടമുള്ള കവാടത്തിൽ കൂടി കടന്നുകൊള്ളാൻ പെണ്ണിനോട് ആവശ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോ
ആണുങ്ങൾക്ക് കുറച്ചും കൂടി റിസ്ക് ആണ്. സ്വർഗം നേടുക എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് കുറച്ചുകൂടി റിസ്ക് ആണ്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇളവുകളും എല്ലാ ഒഴിവുകളും തന്നിട്ടും പിന്നെയും എളുപ്പമാക്കി തന്നിരിക്കുകയാണ് പടച്ച തമ്പുരാൻ. അവിടെയും ഒരാളുടെ തൃപ്തി, ബാക്കി ആരുടെ തൃപ്തിയൊന്നും അല്ല പറയുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയോ അല്ലെങ്കിൽ ഈവൻ ഭർത്താവിന്റെ ഉമ്മയുടെ പോലും തൃപ്തിയല്ല അവിടെ പറയുന്നത്. സ്വന്തം ഭർത്താവിന്റെ തൃപ്തി ഉണ്ടെങ്കിൽ, സംതൃപ്തമാണെങ്കിൽ, ഭർത്താവിനെ അനുസരിച്ചവളാണെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിൽ കൂടി പുറപ്പെടാൻ പെണ്ണിനോട് ആവശ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ പരലോകത്തേക്കുള്ള ഒരു പരലോകത്തിലേക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു പെണ്ണായി മാറുക എന്നുള്ളതാണ്. രാവിലെ സുബഹി നിസ്കാരത്തിന് ഒരുപക്ഷെ പുരുഷന്മാർക്ക് എണീക്കാൻ കുറച്ച് മടിയുണ്ടാവും. വിളിച്ച് ഉണർത്തി അങ്ങ് വിടണം. അവസാനം അവര് പള്ളിയിൽ പോയിട്ട് വരുമ്പോ നമ്മൾ നമസ്കരിച്ച് നിൽക്കുമ്പോൾ കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷം തോന്നും, നമുക്കും അവരുടെ നമസ്കാരത്തിന്റെ പങ്ക് നമുക്ക് ലഭിക്കും. കാരണം രാവിലെ എഴുപ്പിച്ച് വിട്ടത് നമ്മളാണ്, അതുകൊണ്ട് ആ കൂലി നമുക്ക് ലഭിക്കും. അങ്ങനെ പരലോകത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ സഹായിക്കുന്ന കൺകുളിർമയായി മാറുന്ന ഒരു ഭാര്യ, ആ ഭാര്യയ്ക്ക് പടച്ചോൻ വാഗ്ദാനം ചെയ്തതാണ് സ്വർഗം. അതുപോലെ തന്നെ പലപ്പോഴും സ്നേഹം ഇങ്ങനെ നിറഞ്ഞു പൊങ്ങിയിരിക്കുന്ന ജീവിതത്തിന്റെ ആദ്യ കാലത്തൊക്കെ ഒരുപക്ഷെ മുന്നേയുള്ള അഫയേഴ്സോ അല്ലെങ്കിൽ മറ്റു പല ആലോചനകളുടെയോ ബന്ധങ്ങളുടെയോ ഒക്കെ കാര്യം ചിലപ്പോൾ ഭർത്താക്കന്മാര് ഭാര്യമാരോടും ഭാര്യമാര് ഭർത്താക്കന്മാരോടും പറയൽ സ്വാഭാവികമാണ്. അങ്ങനെ പറയാതിരുന്നാൽ അത് ഏറ്റവും നല്ലത്. പക്ഷെ പറഞ്ഞു പോയാൽ ഒരിക്കലും ആ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തരുത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒപ്പം സ്വർഗം നേടാൻ എളുപ്പമാണെന്ന് പറഞ്ഞു, അതുപോലെ നരകം നേടാനും വളരെ വേഗം പെണ്ണിന് സാധിക്കും എന്നുള്ളതാണ്. നരകം നേടാനും വളരെ എളുപ്പം സാധിക്കുന്നത് പെണ്ണിന് തന്നെയാണ്. കാരണം ആ ഒരാളെ വെറുപ്പിച്ചാൽ മതി, മറ്റൊന്നും വേണമെന്നില്ല. ആ ഒരു മനുഷ്യനെ വെറുപ്പിക്കുന്ന സംസാരങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടായാൽ മതി. എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ നാവ് കൊണ്ട് പറയും, നിങ്ങളിൽ നിന്ന് ഒരു നന്മയും ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ പറയുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ വേദനിച്ചാൽ അത് മലക്കുകൾ എഴുതി വെക്കും. നാളെ അതിന് മറുപടി നമ്മൾ പറയേണ്ടി വരും. നന്ദികേടിന്റെ വാക്കല്ല, മനസ്സ് നിറഞ്ഞുള്ള അൽഹംദുലില്ലാ എന്ന വാക്കാണ് നമ്മൾ പറയേണ്ടത്. പക്ഷെ എന്തുകൊണ്ടേ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ എത്രയൊക്കെ പഠിച്ചോ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് പറയാൻ എന്തോ ഒരു മടിയാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മഹത് വ്യക്തിയാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മകൻ ഇസ്മായിലിനെ വളർത്തുന്നത് ഒറ്റയ്ക്കാണ്. അതും ആരൂരുമില്ലാത്ത ആൾപ്പാർപ്പില്ലാത്ത ഒരു താഴ്വരയിൽ ഉപേക്ഷിച്ചു പോയതിനു ശേഷം വർഷങ്ങൾക്കിപ്പുറം അവിടെ കടന്നു വരുന്ന പിതാവിനെ തന്റെ പിതാവാണ് എന്ന് മനസ്സിലാക്കാനും അദ്ദേഹത്തോട് സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കാനും ഇസ്മായിൽ അലൈഹിസ്സലാമിന് കഴിയുന്നുണ്ട്. കാരണം ഹാജർ പറഞ്ഞു കൊടുത്ത വാക്കുകളിൽ നിന്ന് പിതാവിനെ അത്രമേൽ സ്നേഹിക്കണം, അല്ലാതെ വഴിവെക്കൽ നമ്മളെ ഉപേക്ഷിച്ചു പോയതാണ് എന്ന് പറയുന്നില്ല.